കടലാഴങ്ങളിലേക്ക് ചൂളമിട്ട് മുങ്ങിത്താഴ്ന്നു പോയ ആ തീവണ്ടിയെയും അതിലുണ്ടായിരുന്ന യാത്രക്കാരെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. അതിനു പുറമെ ധനുഷ്കോടിയിൽ താമസിച്ചിരുന്ന 2000-ഓളം മനുഷ്യരെ രാക്ഷസ തിരമാലകൾ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കി കിലോമീറ്റർ അകലെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. നേരം പുലർന്നപ്പോൾ ധനുഷ്കോടിയിൽ ജീവൻ്റെ തുടിപ്പുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 2000 പേരെ കടൽ കൊണ്ടുപോയി. കണക്കുകളിൽ പെടാത്തവർ വേറെയും. ധനുഷ്കോടി നഗരം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരുന്നു. എല്ലാവിധ വാർത്താവിനിമയ മാർഗങ്ങളും തകർന്നു പോയതുകൊണ്ട് ഈ മഹാദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറം ലോകമറിയുന്നത് 48 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് അസ്ഥിപഞ്ജരമായി തീർന്ന ഒരു നഗരത്തിൻ്റെ കഥ പറയുന്നതിനായി കാലം ബാക്കി വെച്ച കുറേ ശേഷിപ്പുകൾ അവിടെവിടെയായി ഇന്നും കാണാം. പൊളിഞ്ഞു തകർന്ന് അനാഥമായി കിടക്കുന്ന വിശുദ്ധ അന്തോണീസ് പള്ളി